നമസ്കാരം. ഈ ഏപ്രിൽ മാസത്തിൽ സുപ്രധാനമായ 2 കേസുകളാണ് കോട്ടയം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിൽ 2 കേസുകളും കോട്ടയം ജില്ലയിൽ മാത്രമല്ല കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ആദ്യം അഭിഭാഷകയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ജിസ്മോൾ തൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്ത വാർത്തയായിരുന്നു ഈ മാസം ആദ്യം കോട്ടയം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഏതൊരു മനസാക്ഷിയും തകർക്കുന്ന വാർത്തയായിരുന്നു അത്. ഭർത്തി വീട്ടിലെ കടുത്ത പീഡനവും മാനസിക പീഡനത്തിനും ബലിയായി ജിസ്മോൾക്ക് കൊടുക്കേണ്ടി വന്നത് സ്വന്തം മക്കളുടെ അടക്കം ജീവനുകൾ. ജിസ്മോളുടെ കുടുംബത്തിൻ്റെ മൊഴികളും സംശയാസ്പദമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുകൂടി പോലീസ് എന്ത് നിലപാടാണ് ഈ കേസിൽ എടുത്തേക്കുന്നതെന്ന് നോക്കിയാൽ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണ് എന്ന് നമുക്ക് ഞെട്ടലോടെ മനസ്സിലാക്കേണ്ടി വരും. ഇവിടുത്തെ സംവിധാനങ്ങൾ എല്ലാം മരിച്ചവരുടെ ഒപ്പമല്ല ജീവിച്ചിരിക്കുന്നവരുടെ ഒപ്പമാണ് എന്ന് ഒരാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടു. അത് ശരിയാകുന്ന തോന്നിപ്പിക്കുന്ന നിലപാടുകളാണ് അല്ലെങ്കിൽ നിയമ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. നിയമ നടപടികൾ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നിയമ നടപടികളോട്ടൊന്നും പോലീസ് കടന്നിട്ടില്ല. ആ നടപടികൾ വൈകിപ്പിക്കുന്നതാണ് പോലീസ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ പോലീസിൻ്റെ ആ ഒരു ലാഘവം തുടരുമ്പോഴാണ് അടുത്ത ഒരു പ്രമാദമായ കേസ് വരുന്നത്. ഈ കേസിൻ്റെ സ്ഥിതി വളരെ വ്യത്യസ്തമായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ആ കേസ് മറ്റൊന്നുമല്ല, കുറച്ച് ദിവസം മുമ്പ് നടന്ന ഇന്ദ്രപ്രസ്ഥം ഉടമ വിജയകുമാറിൻ്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും കൊലപാതകം. ഈ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് പ്രതിയെ പിടിച്ച് കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യണം എന്ന മാനസികാവസ്ഥയാണോ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ നിയമ നടപടികൾ കാണുമ്പോൾ തോന്നിപ്പോകും. ആസാം സ്വദേശി അമിത് എന്നയാളെ പോലീസ് അതിവേഗം പിടികൂടുകയും മറ്റൊരു ദുരൂഹതകളും ഇതിലില്ല എന്ന രീതിയിൽ കേസ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മകൻ ഗൗതമിൻ്റെ കൊലപാതകമെന്ന് സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അത് ആത്മഹത്യയാക്കി മാറ്റിയതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. ഇതൊരു ഡമ്മി പ്രതിയാണ് എന്ന് പറയുന്നവരാണ് ഇപ്പോൾ കൂടുതലും. പക്ഷേ പോലീസ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇതാണ് പ്രതിയെന്ന് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസ് കേസ് ഒതുക്കാൻ നോക്കുകയാണ്. ഒരിടത്ത് പോലീസ് കേസ് പോലും എടുക്കാതെ ഇരിക്കുമ്പോൾ മറ്റൊരിടത്ത് പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത്തരത്തിൽ പോലീസ് സംവിധാനങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളുടെ മുടന്ത നിലപാടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തികച്ചും പോലീസ് സംവിധാനങ്ങളുടെ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. കോട്ടയം ജില്ലയിൽ ഇപ്പം ക്രൈം കൂടി വരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ആത്മഹത്യ, കൊലപാതകം, കുട്ടിഗുണ്ടാ സംഘം എന്നിങ്ങനെ ജില്ലയിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അക്ഷരനഗരിയായിരുന്ന കോട്ടയം ഇപ്പോൾ ക്രൈം നഗരിയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. ഇവിടെ പോലീസിനെ പോലും പേടിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. പോലീസിനെ വരെ മർദ്ദനമേൽക്കുന്നു. രാഷ്ട്രീയ ഇടപെടലുകൾക്കും മറ്റുള്ള സാമ്പത്തികപരമായ ഇടപെടലുകൾക്കും വശപ്പെട്ടു പോകുന്നുണ്ടോ പോലീസ് എന്നുള്ളതും ചോദ്യമാണ്. ഇതിപ്പോൾ സാധാരണക്കാരൻ്റെ കാര്യത്തിലല്ല, എത്ര വലിയ പണം ചിലവാക്കാൻ സാധിക്കുന്ന ഒരു പണക്കാരൻ്റെ കാര്യത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതും വളരെ ആശങ്കപ്പെടുത്തുന്നു. അപ്പോൾ സാധാരണക്കാരൻ്റെ കാര്യം പറയണോ?